ശാസ്ത്രവിംഗ വ്ളോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. വോഡയാർ രാജാക്കന്മാരുടെ ഹൃദയഭൂമിയായ ദ ഗ്രേറ്റ് മൈസൂരിലെ 2ാം ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. മൈസൂരിലെ 2ാം ദിവസം. കാവേരി ദാഹജലം നൽകി ഫലഭൂയിഷ്ടമാക്കുന്ന വയലേലകൾ താണ്ടിയാണ് ഇന്നത്തെ യാത്ര. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ശ്രീരംഗപട്ടണത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇരുവശത്തും കൃഷിയുടെ സമൃദ്ധി, വിളഞ്ഞ് സ്വർണ്ണനിറമാർന്ന നെൽവയലുകൾ. ടിപ്പു സുൽത്താന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ശ്രീരംഗപട്ടണം. മൈസൂരിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂവെങ്കിലും ഈ സ്ഥലം മാണ്ഡ്യ ജില്ലയിലാണ്. കാവേരിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് ധീരമായി പോരാടി വെടിയേറ്റു വീണ മണ്ണ്. സംഭവ ബഹുലമായ ചരിത്ര മുഹൂർത്തങ്ങളെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയത് ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ്. വാട്ടർ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ കമാനത്തിലൂടെ ഉള്ളിലേക്ക് കടന്ന് നേരെ നടന്നാൽ നമുക്ക് കാവേരിക്കരയിലെത്താം. KRS ഡാമിനാൽ തടയപ്പെട്ടതിനാൽ കാവേരി ഇവിടെ തീരെ ശുഷ്കിച്ചിട്ടാണ് ഒഴുകുന്നത്. 4.5 കിലോമീറ്ററിനടുത്ത് നീളമുള്ള ഈ കോട്ട മണ്ണടിഞ്ഞ നിലയിലാണിപ്പോൾ. ഈ കോട്ടയുടെ ഭാഗമാണ് കുപ്രസിദ്ധമായ വാട്ടർ ജയിൽ. ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ശ്രീരംഗപട്ടണം എന്ന പേര് ഉടലെടുത്തത്. അതിബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇത്. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ ശയനരൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. AD 9ാം നൂറ്റാണ്ടിൽ ഗംഗ രാജവംശമാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് അവരുടെ സാമന്തന്മാരായിരുന്ന മൈസൂർ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ശ്രീരംഗപട്ടണവും. മതിൽക്കെട്ടും ഗോപുരവും ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നവയാണ്. ദരിയ ദൗലത്ത് ബാഗ് എന്നറിയപ്പെടുന്ന ടിപ്പുവിന്റെ സമ്മർ പാലസിലേക്കാണ് അടുത്ത യാത്ര. അതിമനോഹരമായ ഒരു ഉദ്യാനത്തിലാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനാവശ്യമായ തേക്ക് തടി ബർമയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ദരിയ എന്ന വാക്കിനർത്ഥം സമുദ്രമെന്നും, ദൗലത്ത് എന്ന വാക്കിനർത്ഥം സമ്പത്ത് എന്നും, ബാഗ് എന്ന വാക്കിനർത്ഥം ഉദ്യാനം എന്നുമാണ്. 1784 ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചത് ഹൈദരാലിയാണെങ്കിലും പൂർത്തീകരിച്ചതും അവിടെ താമസിച്ചതും ടിപ്പു സുൽത്താനാണ്. ചെടികളെ കൂടാതെ നിറയെ വടവൃക്ഷം പോലെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാവുകളും നമുക്ക് ഈ പൂന്തോട്ടത്തിൽ കാണാൻ കഴിയും. ടീം മെമ്പേഴ്സിന്റെ ഒരു കലാപ്രകടനം ഇവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് മുന്നൊരുക്കമൊന്നുമില്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡാൻസാണ്. യാത്രകൾ ആസ്വാദ്യകരമാവണമെങ്കിൽ ഇത്തരം ചില കലാപരിപാടികൾ കൂടെ അനിവാര്യമാണ്. ഇത്തരം പ്രകടനങ്ങൾ നമ്മുടെ മനസ്സിന് ഒരു പുത്തൻ ഉണർവ് പകർന്നു തരും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. എല്ലാവരും യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. ടിപ്പു സുൽത്താന് തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും അടക്കം ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ദിവസത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മൈസൂർ പാലസ് ആണ്.
താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ചരിത്ര സ്മാരകമാണിത്. മൈസൂർ രാജവംശമായ വാഡയാർ രാജാക്കന്മാരുടെ അഭിമാന സ്തംഭമാണ് ഈ കൊട്ടാരം. ഇത്രയേറെ പൂർണ്ണതയിലുള്ള വളരെ അപൂർവം കൊട്ടാരങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നടുമുറ്റം പോലെയുള്ള ഈ ഭാഗത്ത് ലോഹത്തിൽ നിർമ്മിച്ച 2 സിംഹങ്ങളെ കാണാം. കൊട്ടാരത്തിലെ നൃത്ത മണ്ഡപവും ദർബാർ ഹാളും ഏറെ കമനീയമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നീണ്ട ഇടനാഴികൾ മനോഹരമായ ശില്പങ്ങളെ കൊണ്ടും ചിത്രങ്ങളെ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. വിദേശ നിർമ്മിതമായ വിലയേറിയ ടൈൽസാണ് നിലത്ത് പാകിയിരിക്കുന്നത്. നൃത്തവേദിയും ദർബാർ ഹാളുമെല്ലാം അസാധ്യമായ ശില്പഭംഗിയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശേഷാവസരങ്ങളിൽ നടന്നിരുന്ന പരേഡും മറ്റും രാജാവും പരിവാരങ്ങളും കണ്ടിരുന്നത് ഇവിടെ നിന്നാണ്. പടിയിറങ്ങിപ്പോയ രാജഭരണത്തിന്റെ ഓർമ്മയായി അവശേഷിക്കുന്നത് അമൂല്യമായ ഇത്തരം ചില നിർമ്മിതികളാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.